വടകര മാടാക്കര പള്ളിയിലെ പോലീസ് അതിക്രമത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് സമസ്ത. പള്ളിയിൽ പോലീസ് കയറിയത് ദൗർഭാഗ്യകരം. ആരാധനാലയങ്ങളിൽ പോലീസ് കയറുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് നാസർ ഫൈസി കൂടത്തായി. തർക്കത്തിൽ പോലീസ് ഇടപെട്ടാലും പോലീസിന്റെ ഭാഗത്തുനിന്നുകൊണ്ടും നീതി പ്രതീക്ഷിക്കണം. ഇതില്ലാത്ത ദൗർഭാഗ്യകരമാണ്. ബൂട്ടിട്ടാണോ ബൂട്ടയച്ചു വെച്ചാണോ എന്നൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഒരു ആരാധനാലയങ്ങളിലും പോലീസ് അനധികൃതമായി ഇടപെടാൻ പാടില്ല. വടകര നടന്നിട്ടുള്ള സംഭവം എന്താണെന്ന് പരിശോധിക്കേണ്ടതാണ്. വിജയ അരുൺ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ, മാടാക്കരപ്പള്ളിയിലെ പോലീസ് അതിക്രമത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ സമൂഹത്തിന്റെ പല മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്നതിനിടയിലാണ് സമസ്തയിൽ നിന്ന് വലിയ വിമർശനം സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് നാസർ ഫൈസി കൂടത്തായിയുടെ വിമർശനങ്ങളിലുള്ളത്? അക്ഷയ്, നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊന്നും കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് ഈ വടകര മാടക്കര പള്ളിയിൽ നടന്നത്. ബൂട്ടിട്ട് പോലീസുകാർ ഈ പള്ളിക്കകത്ത് അതിക്രമിച്ച് കയറി ലാത്തി ചാർജ് ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് എത്തേക്കും പോലീസുകാരെയും സ്ഥലം മാറ്റം ഉത്തരമേഖല DIG നിർദ്ദേശം നൽകിയതിനു ശേഷം സ്ഥലം മാറ്റിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് റൂറൽ പോലീസ് ജില്ലാ ആസ്ഥാനത്തേക്കായിരുന്നു ഇവരെ സ്ഥലം മാറ്റിയത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഈ ഒരു പോലീസ് നടപടിയെ തുടർന്ന് ഉയർന്നു വരുന്നത്. ഇതിൽ ഏറ്റവും അവസാനമായുള്ള ഒരു പ്രതിഷേധ സ്വരം ഉയർന്നിരിക്കുന്നത് സമസ്തയുടെ യുവജന വിഭാഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നാസർ ഫൈസി കൂടത്തായി ആണ്. അദ്ദേഹം പറഞ്ഞത്, ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്ത സംഭവമാണ്, ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. അത് ബൂട്ടിട്ട് കയറിയാലും ബൂട്ടിടാതെ കയറിയിരുന്നാലും പോലീസ് അങ്ങനെ കയറാൻ പാടില്ല. ഒരു ആരാധനാലയങ്ങളിലും പോലീസ് അതിക്രമിച്ച് കയറുന്നത് അംഗീകരിക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇതിന്റെ ബാക്കി വശങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതും പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഈ പള്ളിയിൽ ഈ ഒരു സംഘർഷം ഉണ്ടായ സമയത്ത് പോലീസ് സംയമനം പാലിക്കണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് സമസ്തയുടെ യുവജന വിഭാഗവും ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ നാസർ ഫൈസി കൂടത്തായിയുടെ ഈ ഒരു പ്രതിഷേധ സ്വരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പോലീസ് ബൂട്ട് ഇട്ട് പള്ളിയിൽ കയറിയത് തന്നെ ആ ഒരു സമയത്ത് തന്നെ വലിയ വിവാദം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു. പിന്നെയാണ് പോലീസുകാരെ സ്ഥലമാറ്റം തീരുമാനിച്ചത്. പക്ഷേ ഞാൻ നേരത്തെ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപൊന്നും കഴിഞ്ഞ വർഷങ്ങളിലൊന്നും LDF ഭരണകാലത്തോ അതിന് തൊട്ടു മുൻപുള്ള കാലത്തൊന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു സംഭവവും ഇങ്ങനെ ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ ആരാധനാലയങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു അതിക്രമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ഗൗരവകരമായ കാര്യം. ഈ ആരാധനാ സ്ഥലമുണ്ട്, ഓരോ മതത്തിനും അവർക്ക് പ്രത്യേകം അവർക്കും ആരാധന ചെയ്യാനുള്ള അവകാശമുണ്ട്. അവർക്ക് അത് ഭരണഘടന അനുവദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ആരാധനാലയങ്ങളിൽ പോലീസ് അതിക്രമിച്ച് കയറി ലാത്തി ചാർജ് നടത്തുന്ന ഒരു ആക്രോശവും കൂടി നടത്തുന്ന ഒരു നിലയിലേക്ക് പോയത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സമസ്ത ലീഗിന്റെ തന്നെ യുവജന വിഭാഗമായ SYസിന്റെ യുവജന നേതാവ് തന്നെ പോലീസിന്റെ നടപടിക്കെതിരെ മുന്നോട്ട് വന്നത് സർക്കാരിനെ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാക്കുമെന്നുള്ളതിൽ തർക്കമില്ല. അക്ഷയ്.